ഇതിപ്പോ ചട്ടിയിൽ നട്ട അകത്തിച്ചീരയാണ്. അപ്പൊ ആ പേരിൻ ചീര എന്നാണെങ്കിലും ഇത് പയറുവർഗത്തിൽപ്പെട്ട ഒരു കുറ്റിച്ചെടിയാണ്. ഇതിപ്പോ 2 തരത്തിലുള്ള അകത്തിയുണ്ട്. ചുവന്ന പൂവുള്ള അകത്തിയും വെള്ള പൂവുള്ള അകത്തിയും. ഇതിപ്പോ ചുവപ്പ് കളറിലുള്ള പൂവുള്ള അകത്തിയാണ്. അപ്പൊ അകത്തിച്ചീര എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാല് അയഡിൻ അടങ്ങിയിട്ടുള്ള ഏക ലീഫി വെജിറ്റബിൾ ആണ് നമ്മുടെ അകത്തിച്ചീര. അതുകൊണ്ട് തന്നെ തൈറോയിഡിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളിനൊക്കെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ് അകത്തിച്ചീരക്ക് ഉണ്ട്. കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അകത്തിച്ചീര. അപ്പൊ അകത്തിച്ചീരയുടെ പൂവും ഇലയും കായും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഒരുപാട് ഔഷധ ഗുണവും ഉള്ളതാണ്. അപ്പൊ അകത്തിച്ചീര എല്ലാവർക്കും ഒരു ധാരണ വലിയ മരമായിട്ട് പോകും എന്നുള്ളത് ഇതാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാര് അകത്തി ചോദിക്കുമ്പോ അകത്തി മരാവൂലെന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ നമ്മ ഈ ചട്ടിയിൽ നട്ടിട്ട് 1 മാസമായ അകത്തിച്ചീരയുടെ തൈയാണ്. ഈ 1 മാസം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്തേക്കണുണ്ട്. അടിയെന്നുള്ള ഇല തുടങ്ങി ഇത് ഫ്ലവർ ചെയ്തേക്കണേണ്. ഇത് ഓരോ ഇലയുടെ ഇടയിലും കണ്ട പൂക്കൾ വന്നുകൊണ്ടിരിക്കണില്ലേ. നമുക്ക് ഇതിന്റെ ഇല നമുക്ക് തോരൻ വെക്കാൻ എടുക്കാം, പൂ നമുക്ക് കറി വെക്കാൻ എടുക്കാം. അതേപോലെ ഇതില് ഒരു പയറുമണി പോലെ ഈ പൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പയറുമണി പോലെ കണ്ട ഇതിന്റെ എളുപ്പത്തിലുള്ള പയറുമണി പോലുള്ളത് നമുക്ക് തോരൻ വെക്കാൻ എടുക്കാം. അപ്പൊ നമ്മുടെ വീട്ടിലൊരു വീടായാല് അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒന്നാണ് അകത്തി. അപ്പൊ ഇത് നമ്മ ചട്ടി നട്ടേക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി രീതി എന്ന് പറഞ്ഞാൽ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ തൈകൾ ഉണ്ടാക്കണത്. നമ്മ വിത്ത് നേരിട്ട് പാകി കൊടുത്തതാണ് ചട്ടികളിൽ. എന്നിട്ട് അടിവളമായിട്ട് നമ്മ ചാണകപ്പൊടിയും പച്ചിലവളം മാത്രം കൊടുത്തിട്ടുള്ളൂ. നമ്മ ഈ ഔഷധ ഗുണമുള്ള ചീരകൾക്കായാലും നമ്മ വേറെ യാതൊരു വളങ്ങളും ചെയ്യാണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ജൈവവളം മാത്രം പറമ്പിലുള്ള പച്ചിലകളൊക്കെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങൾ ഒന്നും വേണ്ടാത്ത ചെടിയാണ് അകത്തി. അപ്പൊ അകത്തിയുടെ വിത്തുകളും തൈകളൊക്കെ ഇന്ന് മേടിക്കാൻ കിട്ടും നഴ്സറിന്ന്. അപ്പൊ എല്ലാവരും അകത്തിയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം.